ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി നയനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എനിക്കെന്തായാലും എൻ്റെ മോൻ്റെ ആഗ്രഹങ്ങളും കൂടി സാധിച്ചു കൊടുത്തല്ലേ പറ്റൂ. അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൻ മാത്രമല്ല, ആ വീട്ടിലെ പലരും നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമത്തില്ല. അതുകൊണ്ട് നീ വരണം. നിൻ്റെ ആഗ്രഹം ഞാൻ തന്നെ നിന്നെ വന്ന് വിളിക്കണമെന്നായിരുന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഇനി ഞാൻ നിൻ്റെ കാല് പിടിക്കണോ? അത് കേട്ടതും വേണ്ടമ്മേ, ഞാൻ വരും. അമ്മയൊന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ തന്നെ ഞാൻ വന്നാനായിരുന്നു. അമ്മ വയ്യാതെ ഇവിടം വരെ വന്നത് തന്നെ എനിക്ക് വലിയ സങ്കടമായി. പിന്നെ അറിയാലോ, ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കരുത്. ഞാൻ അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലമ്മേ. പിന്നെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തോണ്ടാ. അപ്പോൾ ദേവയാനി, മനസ്സിലായി മോളെ, എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലായി. നിന്നെ എനിക്കറിയാം. നീ എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചു എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുക. ഈ സമയം എന്നാൽ പെട്ടെന്ന് പോയി റെഡിയാകുക. അത് കേട്ടതും നമ്മുടെ നയന റെഡിയാകാനായിട്ട് പോവുക. ഈ സമയം പിന്നീട് കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവയാനി. എന്തായാലും ഞാനിവിടെ വന്നത് ഇഷ്ടമില്ലാതെ ആണെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് പറയാം. എന്തിനാ വന്നതെന്ന്. കനക എവിടെ? അപ്പോഴേക്കും കനക ചായയും കൊണ്ട് വരിക. ഇതാ ചായ. ഞാനിവിടെ വന്നത് ചായ കുടിക്കാനൊന്നും അല്ല, മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാ. എന്നാലും ഇട്ടുകൊണ്ട് വന്നതല്ലേ, കൊണ്ടുവാ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ആ ചായ മേടിച്ചു. എന്നിട്ട് കുടിക്കുക. ഈ സമയം ദേവയാനി കുടിച്ചു കഴിഞ്ഞിട്ട് ചായക്കപ്പ് കനകയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇനി ഞാൻ വന്ന കാര്യം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും നയനയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചില പെണ്ണുങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. അങ്ങനെയുള്ളപ്പോൾ നയന ആ വീട്ടിലില്ലാത്തത് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എനിക്കും വിഷമമൊന്നുമില്ലെങ്കിലും അവിടെയുള്ളവരുടെ വിഷമം കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ജയേട്ടനും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ മോനും ഒക്കെ നയനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നയനയാണെങ്കിൽ അവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് അവർക്കൊക്കെ തോന്നുന്നുണ്ട്. അച്ഛന് അവളില്ലാതെ ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്ന ആളല്ലേ. അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ നയനയ്ക്ക് വ്യക്തമായിട്ട് അറിയൂ. അതുകൊണ്ട് തന്നെ വേറെ ആരും മരുന്നെടുത്ത് കൊടുത്താലും അച്ഛൻ കഴിക്കത്തുമില്ല. ഇപ്പോൾ നിങ്ങളുടെ മോള് എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നതിന് ശേഷം അനന്തപുരി തറവാടിനെ അവൾ അങ്ങോട്ട് ആകെ അടക്കി പിടിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ അവൾ പ്രിയപ്പെട്ടവളുമാണ്. എനിക്കും ജാനകിക്കും ജലജയ്ക്കും ഒക്കെ ഒഴിച്ച്. പിന്നെ എന്തായാലും അങ്ങോട്ട് വരണമെന്ന് പറയാനല്ല ഞാൻ വന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ മോൻ സുഖമില്ലാത്തതാ. അവന് ഈ സമയത്ത് ഒരു കൂട്ട് വേണ്ടതാ. പല രാത്രികളിലും അവൻ ഉറങ്ങാറില്ല. ഉറങ്ങാത്തത് നിങ്ങളുടെ മോളെക്കുറിച്ച് ഓർത്തിട്ടാ എന്നും നയനയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവനിരിക്കുന്നത്. അസുഖക്കാരനല്ലേ, അവൻ്റെ കൂടെ എപ്പോഴും ഒരു കൂട്ട് രാത്രി വേണം. അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇത് കേട്ടതും കനകയ്ക്ക് സന്തോഷമായി. സന്തോഷത്തോടെ കനക ഗോവിന്ദനെ നോക്കി. പക്ഷെ അപ്പോഴും ഗോവിന്ദൻ്റെ മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല, പേടിയായിരുന്നു. അപ്പോൾ ഗോവിന്ദ ചോദിക്കുക, അങ്ങനെ മോളെ കൂട്ടിക്കൊണ്ട് പോകണോ? എന്താ, താല്പര്യമില്ലെങ്കിൽ വിടണ്ട. സാരല്ല ഗോവിന്ദേട്ടാ, ആദർശമോൻ്റെ അമ്മ വന്ന് നയനമോളെ വിളിച്ചതല്ലേ, അപ്പം പിന്നെ പോണ്ടേ എന്നും പറയുക. ഈ സമയം ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്കിഷ്ടമില്ലെങ്കിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നേ എന്നും പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ കനക എന്തായാലും സമാധാനമായി. മോളെന്ത് പറഞ്ഞു ആദർശവൻ്റെ അമ്മേ, അത് അവൾ തീരുമാനിക്കണം എന്ന് പറയുമ്പോഴേക്കും നയന റെഡിയായിട്ട് വരിക. മോൾ ഇത്ര പെട്ടെന്ന് റെഡിയായോ? പോകാൻ തീരുമാനിച്ച മോളെ? അമ്മ വന്ന് വിളിച്ചതല്ലേ അച്ഛാ, അതും ഇവിടം വരെ വന്ന് വയ്യാതിരുന്നിട്ടും. അപ്പം പിന്നെ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നീ അത്ര ബുദ്ധിമുട്ടിയൊന്നും വരണമെന്നില്ല എന്നും ദേവയാനി. അത് കേട്ടതും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലമ്മേ. അമ്മ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും ഞാൻ വന്നായിരുന്നു. അമ്മ എന്നെ വിളിക്കാതിരുന്നതായിരുന്നു എനിക്ക് സങ്കടം. എന്തായാലും നമുക്ക് പോകാം. എന്നാ ഇനിയിപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല, ഞാൻ കൂട്ടിക്കൊണ്ട് പോവുക അവളെ. മോളെ സൂക്ഷിക്കണേ, ശരീരമൊക്കെ നോക്കണേ എന്നും കനക. അതിന് ഇവൾക്ക് വല്ല അസുഖമുണ്ടോ? അത് പിന്നെ നല്ല നടുവേന ഉണ്ടായിരുന്നു മോൾക്ക്. ഇവിടെ വന്നപ്പോൾ കനക ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവള് വെറുതെ ഇരുന്ന് കാണും, അതുകൊണ്ടാണ് നടുവേന വന്നത് എന്നും പറയണം ദേവയാനി. അത് കേട്ടതും കനക അങ്ങനെ നോക്കുക ദേവയാനിയെ. എന്നാൽ ഇറങ്ങാം എന്ന് ചോദിക്കുക. അങ്ങനെ അവർ ഇറങ്ങുകയാണ്. ഈ സമയം വാതിക്കലെത്തിയതും നമ്മുടെ ദേവയാനി പതുക്കെ കൈയെടുത്ത് നയനയുടെ കയ്യിൽ പിടിക്കുക. അങ്ങനെ നയനയുടെ കയ്യിൽ പിടിച്ചതും നയന ഞെട്ടലോടുകൂടെ ദേവയാനിയെ നോക്കി. തൻ്റെ മുഖത്ത് നോക്കാൻ പോലും അറപ്പാണെന്ന് പറഞ്ഞ
എൻ്റെ അമ്മായിയമ്മ ഇന്നെന്നെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നോ എന്നും ആലോചിച്ചു. അങ്ങനെ നയന അവരെല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി. അതിനുശേഷം കാറിൻ്റെ അടുത്തെത്തി. ദേവയാനി നയനയ്ക്ക് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. കയറിക്കോ. അത് കേട്ടതും നയന കയറിയിരുന്നു. അപ്പോൾ ദേവയാനിയും നയനേൻ്റെ അടുത്ത് തന്നെ കയറിയിരുന്നു. ദേവയാനിയും ഒന്ന് കനകയും ഗോവിന്ദനെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ നിന്നും കാറും എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദന് പേടിയായി. ഈശ്വര, ഇനി എന്തെങ്കിലും ലക്ഷ്യത്തോടെയാണോ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭഗവാനെ എന്നും ടെൻഷനോടെ പറയാ. എന്തിനാച്ചാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പം തന്നെ ആദർശേട്ടൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ കരുതിയത്? ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതെന്നാ. എന്നാൽ അല്ലല്ലോ, ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകാനല്ലേ അവർ വന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് അച്ഛാ മാറ്റേണ്ടത്. എന്തായാലും ആദർശേട്ടനറിയാതെ ഒന്നും നടക്കില്ല. ചിലപ്പോൾ ആദർശേട്ടൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാനായിരിക്കും. നമുക്ക് നോക്കാം. എനിക്കെന്നാലും പേടിയുണ്ട്. മോളുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടിട്ടില്ല. ദേവയാനി വന്ന് വിളിച്ചെങ്കിലും അവിടെയുള്ള മറ്റു പെണ്ണുങ്ങൾക്ക് ദേവയാനി മോളെ അങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി അവളെ എന്തെങ്കിലും ഉപദ്രവിക്കുമെന്നാ. അങ്ങനെ ചെയ്യാൻ അവിടെയുള്ളവരൊന്നും സമ്മതിക്കില്ല. ആദർശും മൂർത്തി സാറും മുത്തശ്ശിയും ഒക്കെ മോൾക്കൊപ്പമുണ്ട്. പിന്നെ ആദർശ് മോൻ്റെ അച്ഛനും. അങ്ങനെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയെയും വേണുവിനെയുമാണ്. അവളെ അനന്തപുരിയിലേക്ക് വിടണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഏത് നേരവും എൻ്റെ മോൾക്ക് കരയേണ്ടി വരുക. എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം. ഇനിയെങ്കിലും എൻ്റെ മോളെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ ശ്രമിക്കണം. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ മകളാ. പിന്നെ അനന്തപുരിയിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ആരും അറിയില്ല. ഊതിപ്പെരിപ്പിക്കാതെ നിങ്ങൾ വീടിനുള്ളിൽ തന്നെ തീർക്കും. പക്ഷേ ചിലവർക്കൊക്കെ അനന്തപുരിയിലെ പ്രശ്നങ്ങൾ വൈറലാ. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പലതും കണ്ണടച്ച് മാറി നിൽക്കുന്നത് ഞങ്ങൾ കാണാത്തതുപോലെ. അനന്തപുരിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വൈറലാകാതിരിക്കാൻ വേണ്ടി മാത്രം. അതല്ലാതിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു. നന്ദുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതും എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയെന്നോ? ആരവളെ തട്ടിക്കൊണ്ടുപോയത്? കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെ കൊല്ലാൻ പറഞ്ഞു. ഞാനും ആദർശേട്ടനും കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കിയാനായിരുന്നു താനും തൻ്റെ മോളും പറഞ്ഞ ഗുണ്ടകൾ. അത് കേട്ടതും ഈശ്വര, എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല എന്നും പറയാ. അപ്പോഴേക്കും അനാമികയും രേവതി വരിക. റെഡിയായോ മോളെ? ആ നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. എന്നിട്ട് നന്ദുവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അത് കേട്ടതും ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. നിങ്ങൾ തന്നെ അത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് വട്ടല്ലേ. അത് ചെയ്തത് അവളുടെ ശത്രുക്കളായിരിക്കും. അവളുടെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ട് അവളുടെ ശത്രുക്കൾ അവളെ തട്ടിക്കൊണ്ടുപോയത്. സ്വഭാവം ശരിയല്ലാത്തത് ആരുടെയാന്ന് നീ പറയണ്ട എന്നും അനി. അത് കേട്ടതും കണ്ടു വച്ചാ ഇവൻ വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. അത് കേട്ടതും മോനെ, എൻ്റെ മോള് അങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. കാരണം അവിടെ വന്നു കഴിയുമ്പോൾ നിൻ്റെ ഭാഗത്തു നിന്നാണ് എൻ്റെ മോൾക്ക് സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. എന്നാൽ നീ ഇവളെ സപ്പോർട്ട് ചെയ്യാതെ നിൻ്റെ ഏട്ടത്തിമാരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നീ അവളെ കരയിപ്പിക്കുകയും ചെയ്യുവാണ്. അത് നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പുണ്ടാ എന്നും നമ്മുടെ അനി. അത് കേട്ടതും മോനെ, ഇനി ഒരിക്കൽ ഇവളിങ്ങോട്ട് തിരിച്ചു വരാൻ ഇടയാക്കരുത്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങളിനി അവളെ അങ്ങോട്ട് വിടില്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അത് കേട്ടതും ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. അവൾ അവിടെ നിൽക്കണമെന്ന് എനിക്ക് താല്പര്യവും ഇല്ല. എന്തായാലും ഞാൻ വന്നത് എൻ്റെ വലിയമ്മയും പിന്നെ അമ്മയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ ഇതുകൊണ്ടൊന്നും അല്ല. മുത്തശ്ശനും പറഞ്ഞു. എല്ലാവരും പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. നിങ്ങളുടെ മോളെ കെട്ടിയെന്ന് പറഞ്ഞേ എൻ്റെ തറവാട് എനിക്ക് തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന പോലെ മര്യാദ ജീവിച്ചാൽ ഇവൾക്കും അവിടെ ജീവിക്കാം. അതല്ല എന്നാണെങ്കിൽ ഇവൾ ഇവിടെ തന്നെ വന്ന് നിൽക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു എന്ന് വെച്ച് എന്നെ നിങ്ങളുടെ അടിമയാക്കാന്നൊന്നും നിങ്ങൾ കരുതണ്ട. അത് ഈ ജന്മത്തിൽ നടക്കില്ല. അതിനെ വേറെ ആണുങ്ങളെ തേടിപ്പോ എന്നും പറഞ്ഞ് അനി കാറിൽ പോയിരിക്കുക. ഇവൻ എന്തിനാ അമ്മ എന്നെ വിളിക്കാൻ വന്നേ എന്നും രേവതിയോട് നമ്മുടെ അനാമിക ചോദിക്കുക. സാരമില്ല മോളെ, ഇതാ അവൻ വന്ന സമയം നല്ലതാ. ഈ സമയത്ത് മോള് പോയില്ലെങ്കിൽ ഇനി ചിലപ്പോൾ അവൻ വന്നില്ലെങ്കിലോ. അതുകൊണ്ട് മോള് പോയിട്ട് വാ കൂടെ. ഇപ്പോൾ മൂർത്തി സാറാ മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് മോള് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ മൂർത്തി സാറിനും അത് വലിയ ദേഷ്യവും. അതുകൊണ്ട് മോള് പോയത് കിട്ടിയൊരവസരമാണ്. പോകാം, നിങ്ങൾക്ക് വേണ്ടി പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുക. ഈ സമയം അനാമിക ചോദിക്കുക, ഞാൻ മുമ്പിൽ കയറണോ ബാക്കിലിരിക്കണോ? എവിടെ വേണമെങ്കിലും ഇരിക്കാം.
നീ എവിടെ ഇരുന്നാലും കാറ് മുന്നോട്ട് പോകും എന്നു അനി. അത് കേട്ടതും നമ്മുടെ അനാമിക വേണുവിനെ തുറിച്ചു നോക്കുക. കയറ് മോളെ കയറ് എന്നും പറഞ്ഞ് മുമ്പിലത്തെ സീറ്റിൽ അനാമികയോട് കയറി ഇരിക്കാൻ പറയണം. അങ്ങനെ അനാമിക കയറിയിരുന്നു. കാർ എടുത്തുകൊണ്ട് അവർ പോയി. എൻ്റെ ദൈവമേ, ഈ കണക്കിന് പോയാൽ ഈ ബന്ധം അധികം നാൾ നിലനിൽക്കുക വേണം കേട്ടാ. സംശയമാണ്. അങ്ങനെ നിലനിൽക്കില്ല. എങ്കിൽ അതിനു മുമ്പ് തന്നെ കിട്ടാനുള്ളതൊക്കെ പിടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അവളൊന്ന് പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യായിരുന്നു. അവൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായാൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അതെങ്ങനെയാ ഭാര്യയും ഭർത്താവായിട്ട് അതും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണം. എൻ്റെ ഈശ്വര, എങ്ങനെയെങ്കിലും നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് അവൾ ബന്ധം പിരിഞ്ഞാലും ഒരു കുഴപ്പമില്ല വേണം കേട്ടോ അല്ലേ എന്നൊക്കെ പറയുക. അതെ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ജലജിയാണ്. എന്നാലും ഈ ഏട്ടത്തി ഇത് എവിടേക്കാണ് ജാനകി പോകുന്നേ? അത് നീ പ്രത്യേകം ചോദിക്കണോ ജലജെ? ഏട്ടത്തിക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ തേടി. എന്നാലും ഈ ഏട്ടത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ? അവളെ അന്വേഷിച്ച് നടക്കുന്ന എന്തിനാ? ഇവിടെ എല്ലാവർക്കും അവളെ അറിയാമല്ലോ. അതായത് ജയേട്ടനും ആദർശിനും ഒക്കെ. എന്നിട്ടും അവളെക്കുറിച്ചൊരു കാര്യം പോലും പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിലും അവൾക്ക് വേണ്ടി പൈസ വാരിക്കൊരു എറിയുമല്ലേ ഏട്ടത്തി. ഏട്ടത്തി എന്ത് ഇതൊന്നും മനസ്സിലാക്കാത്ത? ഇന്നത്തെ കാലത്ത് പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് കേട്ടതും അതെ, അതുകൊണ്ടാണല്ലോ അവർക്ക് പൈസ കൊടുത്തത്. 50 ലക്ഷം രൂപ കൊടുത്തത് അതിനു വേണ്ടി തന്നെയാണല്ലോ. എന്നിട്ടും അവരാ ചെക്ക് പിൻവലിച്ചില്ല. എന്നാലും ഏട്ടത്തിക്ക് പൈസയൊക്കെ എടുത്തു കൊടുക്കാൻ. അത് നമുക്ക് പറയാൻ ഒരു അധികാരം ഇല്ല ജലജെ. കാരണേ അത് ഏട്ടത്തിയുടെ സ്വന്തം പൈസയാണ്. നിനക്കറിയാലോ, ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ ഏട്ടത്തിയുടെ വീട്ടുകാരിട്ട് കൊടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയിൽ വരുന്നതിൻ്റെ ഒരു പങ്ക് ആദർശും ജയേട്ടനും ഏട്ടത്തിയുടെ പേരിൽ ഇടാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഏട്ടത്തിക്ക് കോടിക്കണക്കിന് പൈസയുണ്ട്. അത് ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. അതിൽ നമുക്ക് പറയാനുള്ള ഒരു അധികാരവും ഇല്ല. എന്നാലും ഏട്ടത്തിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അനാമിക മോളെ വിളിക്കാൻ പോയിരിക്കുവാനേ. ഇനി മോള് വരുമോ എന്നൊരു സംശയമാണ്. ഈശ്വര, അവളിങ്ങോട്ട് വരരുത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയാൽ എന്തൊരു സമാധാനം എന്നും ജലജ ആശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ജാനകി, അല്ല ജലജ, നീ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല ജാനകി, അനാമിക മോള് വന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുമായിരുന്നു. അത് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും അനിയുടെ കാറെത്തി. അനി വന്നു. അനി വന്നല്ലോ. അനിയുടെ കൂടെ അനാമിക മോൾ ഉണ്ടായാൽ മതിയായിരുന്നു. ഈശ്വര, ഉണ്ടാവരുതേ, അവൻ്റെ കൂടെ അവൾ ഉണ്ടാവരുത് എന്നും ജലജ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും അനാമിക ഇറങ്ങുകയാണ്. അനാമികയെ കണ്ടതും ജലജ ഞെട്ടി. ഒപ്പം നമ്മുടെ ജാനകിക്ക് ഭയങ്കര സന്തോഷമായി. ഹായ് മോളെ. അപ്പോൾ അനാമിക ഓടി വന്ന് ജാനകിയെ കെട്ടിപ്പിടിക്കുക. അമ്മേ, എൻ്റെ മോള് ക്ഷീണിച്ചു പോയല്ലോ. എൻ്റെ മോള് വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. അതെ അനി വന്ന് വിളിച്ചാൽ അനാമിക വരില്ല എന്നാണ് ഞങ്ങളും കരുതിയത്. കാരണം അനാമിക ഇത്തിരി നാണവും മാനമൊക്കെയുള്ള കൂട്ടത്തിലാണല്ലോ. അത് കേട്ടതും എന്ത് ചെയ്യാനാ, ഇവൻ വന്ന് വിളിച്ചപ്പോൾ വരണമെന്നൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ വന്നത് വലിയമ്മയെയും പിന്നെ അമ്മയെയും അപ്പച്ചിയെയും കുറിച്ചൊക്കെ ഓർത്തിട്ടാ. അത് കേട്ടതും നമ്മുടെ അനി അതെന്തായാലും നന്നായി എന്നും പറയാ. ഈ സമയം കണ്ടോ വല്യമ്മേ, സോറി കണ്ടോ അമ്മേ, കണ്ടോ ഇവൻ പറയുന്ന കേട്ടോ എന്നും പറയാം. എന്താടാ, കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് നീ വിഷമിപ്പിക്കുകയാണോ? പിന്നെ ഒരു കൊച്ച്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇവൻ്റെ ഏട്ടത്തിമാരിവിടെ ഉള്ളതാ എൻ്റെ വിഷമം. അതിലൊരുത്തി ഇങ്ങോട്ട് വരാതിരുന്ന അത്രയും നല്ലത്. അതെ, ഏട്ടത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാ ഇത്. ഏട്ടത്തിയാണ് മൂത്ത മരുമകൾ. അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തി ഇവിടെ വരും. നിന്നേക്കാളും കൂടുതൽ അധികാരം ഏട്ടത്തിക്ക് ഈ വീട്ടിലുണ്ട്. ഇവിടെയുള്ളവർ കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. കണ്ടോ അമ്മേ, ഇവൻ്റെ ഏട്ടത്തിമാരെ പറഞ്ഞത് പിടിച്ചില്ല. അതെ, പിടിച്ചില്ല. എൻ്റെ ഏട്ടത്തിമാരെ നല്ല സ്വഭാവമുള്ളവരാ. അതുകൊണ്ട് അവരെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും എന്നും അനി. ഇത് കേട്ടതും നീ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കാതെടാ. അപ്പോഴാണ് നമ്മുടെ ദേവയാനിയുടെ കാർ വരുന്നത്. മോളുടെ വല്യമ്മ വരുന്നുണ്ട്. ഇനി മോളെ എല്ലാ പരാതിയും മോളുടെ വലിയമ്മയോട് പറഞ്ഞോ. മോളുടെ വലിയമ്മ ഇവനെ ശരിയാക്കിക്കോളും എന്നും പറയാം. ഈ സമയം ദേവയാനി ഇറങ്ങിയപ്പോൾ ഏട്ടത്തി വന്നതെന്തോ ഒറ്റയ്ക്കാണോ, ആരെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേവയാനി കാറിലേക്ക് നോക്കിയിട്ട് ഇനി നിന്നെ പ്രത്യേകം ക്ഷണിക്കണോ ഇങ്ങോട്ട് ഇറങ്ങാൻ? അപ്പോൾ നമ്മുടെ നയന പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുക. കാറിൽ നിന്ന് ഇറങ്ങിയതും നയനയെ കണ്ട് അവിടെ നിന്നവരൊക്കെ ഞെട്ടി. അനി മാത്രം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഏട്ടത്തിയെ കണ്ടതും. ഈ സമയം
ഞാൻ വന്ന സമയത്ത് തന്നെ ഇവളെയും വിളിച്ചോണ്ട് ഈ വല്യമ്മ എന്തിനാ വരുന്നേ? അപ്പോൾ നമ്മുടെ ജലജ, ജാനകി ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ ഏട്ടത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ? അങ്ങനെ വാ, ഇത് നിനക്ക് പരിചയമില്ലാത്ത വീടൊന്നും അല്ലല്ലോ, വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുക. അങ്ങനെ വരാന്തയിൽ നിന്നതും, എന്താ വല്യമ്മ ഇത്? ഞാൻ വന്ന സമയത്ത് തന്നെ ഇവളെ കൊണ്ട് വന്നത് എന്തിനാ? ഓ, എനിക്കറിയില്ലായിരുന്നല്ലോ മോളെ. പിന്നെ ഈ വീട്ടിൽ പലരും വിഷമിച്ച് നടക്കുക ഇവളില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവളെ വിളിക്കാമെന്ന് കരുതി. ആ, പലരുടെയും ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ അങ്ങ് മാറ്റിവെച്ചു. ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അച്ഛനും അമ്മയും ആദർശും ജേട്ടനും ഒക്കെ ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാ. ആ ദേ, നീ വന്നതൊക്കെ കൊള്ളാം. നീ വന്നത് എൻ്റെ മോൾക്കൊരു സങ്കടം ആവരുത്. അവളെ വേദനിപ്പിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല. അത് കേട്ടതും, അതിന് ഞാൻ അനാമികയെ ഒന്നും പറയാറില്ലല്ലോ ഇളയമേ. അത് കേട്ടതും നമ്മുടെ അനാമിക, ആര് പറഞ്ഞു പറയാറില്ല എന്ന്? നീയും നിൻ്റെ ചേച്ചിയും എന്നെ ഒരുപാട് പറയാറുണ്ട്, ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില സമയത്ത് വർത്തമാനം കേൾക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല. അത് കേട്ടതും നമ്മുടെ അനി, അത് നിൻ്റെ കയ്യിലിരിപ്പുണ്ടാ, കണ്ടോ കണ്ടോ, ഇപ്പം തന്നെ അവനവൻ്റെ ഏട്ടത്തിയെ കണ്ടത് സ്വഭാവം മാറി എന്നും അനാമിക. എൻ്റെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല, അതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്നും അനി. ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവയാനി, ഇനിയിപ്പോൾ ആരും പരസ്പരം വഴക്കൊന്നും കൂടണ്ട, എല്ലാവരും ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ഇവൾ വീടിനകത്ത് കയറിക്കോട്ടെ എന്നും ദേവയാനി പറയുക. ഈ സമയം കയറുന്നതൊക്കെ കൊള്ളാം, എൻ്റെ മോക്ക് ഒരു വിഷമവും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നീ ഈ വീടിൻ്റെ പടിക്ക് പുറത്താ. അത് കേട്ടതും അനി, അങ്ങനെ പറയാൻ അമ്മക്കെന്ത് അധികാരമുള്ളത്? ഇവളെ പോലെ തന്നെ കയറി വന്ന മരുമകളാ എൻ്റെ ഏട്ടത്തി, അതും ഫസ്റ്റ് കയറി വന്ന മരുമകൾ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഏട്ടത്തിയോട് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരം അവകാശമൊന്നും അമ്മയ്ക്കില്ല. അമ്മ പറയുകയും വേണ്ട എന്നും അനി തറപ്പിച്ച് പറയുന്നതായിട്ട് ദേവയാനിക്ക് സന്തോഷമാവുക. അതെ, എന്തായാലും ഇനി എൻ്റെ മരുമോള് ഈ വീട്ടിൽ തന്നെ വേണം എന്നും ദേവയാനി മനസ്സിലാലോചിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചെറിയ പുഞ്ചിരിയോടെ നയനയെ നോക്കുകയാണ്. അത് കേട്ടതും കണ്ടതും നയന സന്തോഷത്തോടെ ദേവയാനിയെ നോക്കുക. അനി അത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെക്കുറിച്ചൊരു വാക്ക് പോലും തെറ്റായി പറയാതെ പ്രതികരിക്കാതെ നിൽക്കുന്ന തൻ്റെ അമ്മായിയമ്മയെ കണ്ട് സന്തോഷത്താൽ മതിമറന്ന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ